ഓടും രാജ ആടും റാണി എന്ന ചിത്രത്തിലാണ്. ഈ ചിത്രത്തിൽ യഥാർത്ഥത്തിൽ പ്രിയാമണിയെയാണ് ഹീറോയിനായിട്ട് കാസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് മലയാള സിനിമയുടെ ഉപ്പെന്നറിയപ്പെടുന്ന ജഗദീഷ് ശ്രീകുമാറിന്റെ മകളായ ശ്രീലക്ഷ്മിയാണ്. ഓടും കുതിര ചാടും കുതിര ഒക്കെ കേട്ടിട്ടുണ്ട്. ഇത് ഓടും രാജ ചാടും റാണിയാ. കൊള്ളാം. നല്ലോടി പോണി സ്പാട്ട് സിനിമ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ടെണിയേട്ടൻ ഈ കൊല്ലോ അടുത്ത കൊല്ലോ അതിൻ്റെ അടുത്ത കൊല്ലോ ഒന്നും താഴെ ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കിടന്ന് പറക്കുക. ഇമാതിരി പറക്കാൻ നിന്ന് കഴിഞ്ഞാൽ അണ്ണാ നിങ്ങൾ എവിടെ പോയി ഇടിച്ചിരിക്കുക, എനിക്കറിയാൻ പാടില്ല. എന്തായാലും കൊള്ളാം. ടെണിയേട്ടൻ ഓൺ എയർ. ടെനിട്ടോ ആണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. അൻസിബ. കാരണം ഇവിടെ എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുന്നത് നിരന്തരം ടെനിട്ടോമാണ്. ടെനിട്ടോമാണ് ഓരോ ദിവസം ഇപ്പം ഓടും കുതിര ചാടും കുതിര എന്നൊക്കെ പറഞ്ഞ് എക്സ്പോസ് ആകുന്നത്. നല്ലതാടാ, നല്ലതാ. പിന്നെ ടെനിയേട്ടനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ടെനിയേട്ടൻ പേഴ്സണലി വന്ന് മെസ്സേജ് ഇട്ട് ഫോൺ നമ്പർ വാങ്ങിയിട്ട് മാസ് കാണിക്കുന്നൊക്കെ പറയുന്നത് കേൾക്കാം. എൻ്റെ പൊന്നെണ്ണ അണ്ണായി മറ്റേ രാജാവാണെന്നുള്ള വിചാരം വല്ലതും ഉണ്ടെങ്കിൽ അങ്ങ് മാറ്റി മടക്കി വീട്ടിൽ പോക്കറ്റ് വെച്ചിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മളെപ്പോലെയുള്ളമാർ ചുമ്മാ വന്നിട്ട് ചൊറിഞ്ഞ് അടിയേറുന്ന് വാങ്ങാൻ നിൽക്കരുത്. പിന്നെ അണ്ണായും ഒരു സൈബർ വഴിയൊക്കെ ഇന്ത്യയിൽ തന്നെ ചാനലൊക്കെ ബാൻ ചെയ്ത് കളയുന്ന സെറ്റപ്പിലുള്ള പിടിപാടൊക്കെ ഉള്ള ടീംസാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം സുഹൃത്തുക്കളെ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. നമുക്ക് ഇതൊക്കെയാണല്ലോ പരിപാടി. അപ്പോൾ നമ്മുടെ ടെനിയേട്ടൻ ഓൺ എയർ. ടെനിയേട്ടനെ പോലെ ഇത്രയും സൽസ്വഭാവിയായ സൽഗുണന സമ്പന്നനായ ഭ്രഷ്ടനായ ഒരു വ്യക്തി വേറെയില്ല. അപ്പോൾ ഇത് കുറച്ച് വർഷം ബാക്കാണ്. അതായത് പ്രിയാമണിയൊക്കെ ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ലാലേട്ടൻ്റെ കൂടെ മമ്മൂക്കയുടെ കൂടെ ഇല്ലെന്നോ ആരുടെയൊക്കെ കൂടെ ലാലേട്ടൻ്റെ കൂടെയൊക്കെ അഭിനയിച്ച് വൻ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു ടൈം. ആ ടൈമിൽ ടിനി ടോമിൻ്റെ ഓടും രാജ ചാടും റാണി, നല്ല പേര് കേട്ടപ്പോൾ ഒരു കമ്പി പടത്തിൻ്റെ പേര് പോലെ ഇരിക്കുന്നു. ഓക്കെ, ഒരു പടത്തിൽ ടിനി ടോം നായകനായിട്ടുള്ള ഒരു പടത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് പ്രിയാമണിയെ വിളിക്കുകയും അതേ തുടർന്ന് പ്രിയാമണി അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവൻ്റെ ഓടും രാജ ചാടും റാണിയിലൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയാമണി പറ്റില്ല, ഇവൻ്റെ ഒന്നും പടത്തിൽ നമുക്ക് പറ്റില്ല എന്നുള്ള സെറ്റപ്പിലൊക്കെ പറഞ്ഞു പോയെന്നൊക്കെയാണ് ഇവൻ വന്നിരുന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ഇവൻ്റെ ഓടും രാജ ചാടും റാണി കേൾക്കാം. പ്രിയാമണിയും അതിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. കൈരളിയിൽ നടന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ പ്രിയാമണി ഇരിക്കെ തന്നെ ഈ പറയുന്ന ടിനി ടോമിൻ്റെ വീഡിയോ പ്ലേ ചെയ്ത് അവിടെ കാണിച്ചിട്ട് ടിനി ടോം പറഞ്ഞ കാര്യം അവിടെ ആദ്യം കേൾപ്പിക്കും. അതിനുശേഷം പ്രിയാമണി കാര്യങ്ങൾ പറയും. അതല്ല ടിനിയേട്ടാ, ഇയാളൊരു കില്ലാടി തന്നെ. ഇത്ര വർഷം മുന്നേയുള്ള കാര്യം വരെ ഇപ്പോൾ പുകയെടുത്ത് അടിക്കാൻ നമ്മളെ പോലെ ഓരോ പാവങ്ങൾ. അണ്ണാൻ പറയണം, അണ്ണൻ്റെ അവിടെ ആരില്ലെങ്കിലും ഞാനും ഇല്ല. ഓടും രാജ ആടും റാണി എന്ന ചിത്രത്തിലാണ്. ഈ ചിത്രത്തില് എനിക്ക് പേരേട്ടപ്പോൾ തന്നെ ചിരി വന്നു. ഓടും രാജ ആടും റാണി, ചാടും റാണി അല്ല കേട്ടോ, ആടും റാണി. നല്ല തുണ്ട് പടത്തിന്റെ പേര് പോലെ ഇരിക്കുന്നു. കുഴപ്പമില്ല, നല്ല പേരാണ്. അണ്ണനെ അങ്ങനെയൊന്നും കളിയാക്കല്ലേ. എന്തായാലും പടം 18 നിലയിലല്ല 478 നിലയിൽ പൊട്ടിയിട്ടുണ്ട്. ഓക്കെ, ബാക്കി യഥാർത്ഥത്തില് പ്രിയാമണിയെയാണ് ഹീറോയിനായിട്ട് കാസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് മലയാള സിനിമയുടെ ഉപ്പെന്നറിയപ്പെടുന്ന ജഗദീഷ് ശ്രീകുമാറിന്റെ മകളായ ശ്രീലക്ഷ്മിയാണ്. എന്താ സംഭവിച്ചെന്നറിയില്ല. ഈ ചിത്രത്തിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ബിജു വർമ്മയാണ്. മൺഗോലങ്ങൾ എന്ന ചിത്രത്തിന്റെ സ്റ്റേറ്റ് അവാർഡ് വിന്നിംഗ് ഫിലിമിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ്. അപ്പോൾ പ്രിയാമണി ആവശ്യപ്പെട്ടതനുസരിച്ച് റീമ്യൂണറേഷൻ ഫിക്സ് ചെയ്തു. ഇതിന്റെ സബ്ജക്റ്റ് പ്രിയാമണിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പ്രിയാമണി ആവശ്യപ്പെട്ടതനുസരിച്ച് തന്നെ അഡ്വാൻസ് പേ ചെയ്യുന്നതിന് വേണ്ടി അവർ ബാംഗ്ലൂർ എത്തുകയും 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം, എനിക്ക് ആരോടോ എന്തോ ചോദിക്കാനുണ്ടെന്ന് പ്രിയാമണി പറയുകയും 2 മണിക്കൂറിന് ശേഷം ഒരു മെസ്സേജാണ് ഇതിന്റെ ഡയറക്ടറിന്റെ ഫോണിലേക്ക് വന്നത്. ആ മെസ്സേജ് ഇപ്പോഴും ഉണ്ട്, ബിജു വർമ്മയുടെ ഫോണിലുണ്ട്. അതിങ്ങനെയാണ്, ഐ ഡോണ്ട് ലൈക്ക് ടു ഡു ഓപ്പോസിറ്റ് ടു ടിനി എന്ന്. അവിഞ്ഞാറി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തെറ്റുമില്ല. അതായത് ടിനി ടോമിനെ പോലെ ഒരുത്തൻ്റെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പ്രിയാമണി നൈസായിട്ട് വലിഞ്ഞു ഊരി എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, അതായത് പ്രിയാമണി ആവശ്യപ്പെട്ടതുപോലെ റെമ്യൂണറേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അഡ്വാൻസ് വാങ്ങാനായിട്ട് ബാംഗ്ലൂർ എങ്ങാണ്ട് വന്ന സമയത്ത് എനിക്ക് ആരോട് സംസാരിക്കണ്ടെന്ന് പറഞ്ഞ് പ്രിയാമണി മാറുന്നു. അതിനുശേഷം ടിനി ടോം യവൻ്റെ നായിക വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാറി എന്നാണ് ഇവിടെ ടിനി ടോം പറഞ്ഞു വെക്കുന്നത്. നിന്റെ പേര് കേട്ടാലേ പടം പൊട്ടും. നീ അല്ലാതെ സൈഡ് റോളായിട്ടുണ്ടെങ്കിലേ പടം പൊട്ടും. ഇനി മെയിൻ നായകനും കൂടി ആയ കൺഫേമാ. ഓക്കെ, അതുകൊണ്ട് പ്രിയാമണിക്ക് തോന്നിക്കാണ് ഇവൻ്റെയൊക്കെ കൂടെ അഭിനയിക്കുന്നതിലും ഭേദം ഞാൻ മറ്റേ റെയിൽവേ ട്രാക്കിൽ പോയി അടക്കുന്നതായിരിക്കുന്നു. അതുകൊണ്ടായിരിക്കും നീ പറഞ്ഞത് ശരിയാണെങ്കിൽ. എന്തായാലും പ്രിയാമണിയുടെ വർഷനും ഉണ്ടല്ലോ, എന്തായാലും പറ. അപ്പോൾ സത്യത്തിൽ എന്താണ് പ്രിയാമണിയുടെ ഒരു ക്രൈറ്റീരിയ, ഒരു മാനദണ്ഡം, ഒരു ക്യാരക്ടർ തിരഞ്ഞെടുക്കുന്നത്? ഇതിനു മുൻപ് സുരാജിന്റെ സത്യാന്വേഷണ പരീക്ഷകളിൽ ഇതേ അനുഭവം ഉണ്ടായെന്ന് സുരാജ് എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞു. ശങ്കർ രാമകൃഷ്ണൻ വന്ന് സ്ക്രിപ്റ്റ് പറയുകയും ഇതുപോലെ തന്നെ പ്രതികരിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ക്യാരക്ടർ തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ് പ്രിയാമണിയുടെ മാനദണ്ഡം? അങ്ങനെ പ്രത്യേകിച്ച് മാനദണ്ഡമൊന്നുമില്ല.
അൽക്കുലത്ത് വല്ല നാറുകളോടെയും കൂടെ നമുക്ക് പറ്റത്തില്ല, നമുക്ക് അത്യാവശ്യം വില നിലയുള്ളവന്മാർ മതി. അങ്ങനെ ചിന്തിച്ചാൽ തെറ്റൊന്നുമില്ല കേട്ടോ. ഇവൻ്റെയൊക്കെ കൂടെ അഭിനയിച്ച് അവൾ അത്ര ഹൈപ്പിൽ നിൽക്കുന്ന ആ ഒരു സമയം, അവരെ പ്രിയാമണി ആ ഹൈപ്പിൽ നിൽക്കുന്ന സമയം ഇവൻ്റെ കൂടെയൊക്കെ ലൊട്ടിലൊടുക്കൽ ഇവൻ്റെ ഓടും കുതിര ചാടും കുതിരയിലൊക്കെ കയറി അഭിനയിച്ച് പൊട്ടി പാളിച്ചായി കുളം തോണ്ടി കരിയർ പോലും ഇല്ലാണ്ടായി പോയി. ഇപ്പം പിന്നെ പോയി വീട്ടിലോട്ടായി മാറിപ്പോയി. എന്നാലും ആ സമയത്തൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അത്ര ഹൈപ്പിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങേരെയൊക്കെ കൂടെ ടിനിയേട്ടൻ്റെ ഒക്കെ കൂടെ പോയി അഭിനയിച്ച് കഴിഞ്ഞാൽ മൂഞ്ചി തിരിഞ്ഞ് കമ്പിത്തിരിയാവും. അത് പ്രിയാമണിക്ക് അറിയാം. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നീ പറ ടിനിയേട്ട. അത് ഓപ്പോസിറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റിന്റെ സ്റ്റാർ വാല്യൂ ആണോ അല്ലെങ്കിൽ അതിന്റെ റിമ്യൂണറേഷൻ ആണോ സബ്ജക്റ്റ് ആണോ? കാരണം ഇനി പ്രിയാമണിയെ അപ്രോച്ച് ചെയ്യുന്നവർക്ക് അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ആ നല്ലതാണ്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്നവന്റെ സ്റ്റാർ വാല്യൂ ഒന്നും നോക്കുന്നത് നല്ല അല്ല. വല്ല ലൊട്ടിലൊടുക്കളോടെയും പോയി അഭിനയിച്ച് എന്തിന്? അതും ടിനി ടോമിനെ പോലുള്ള. നാളെ പ്രിയാമണി ടിനിയേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ട് ഇപ്പുറത്ത് മാറി നിന്ന് കഴിഞ്ഞാൽ പറയും അവള് ജിഹാദിയാണ്, അവള് ജിഹാദനാണ്. എന്നിട്ട് അപ്പുറത്ത് മറ്റവൻ്റെ കൂടെ അവൾക്ക് കവിത വരും, ഡയറക്ടറിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ കൂടെ. എന്തിനിതൊക്കെ കേൾക്കുന്നത്? അതുകൊണ്ട് അന്ന് എന്തായാലും പ്രിയാമണി എടുത്ത തീരുമാനം തൻ്റെ കരിയറിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കി എന്ന് തന്നെ മനസ്സിലാക്കും. അല്ലെങ്കിൽ തന്നെ ആലോചിച്ചു നോക്കും, ഇവൻ്റെ ഓടും കുതിര ചാടും കുതിരയിലൊക്കെ ആരെങ്കിലും അഭിനയിക്കൂ? കഷ്ടം. എനിക്കറിയില്ല. വളരെ നല്ല ചോദ്യം പ്രിയാമണി. ഓക്കെ, മറ്റേ പരിപാടിയാണ്. വളരെ നല്ല ചോദ്യമാണ്. അടുത്ത ചോദ്യം എന്നൊക്കെ പറഞ്ഞ് ഈ സംഭവം പ്രിയാമണിക്ക് ഇട്ടുകൊടുത്തു. പ്രിയാമണിന് ഉത്തരം പറയാൻ പോവുകയാണ്. ഇതിന് ഉത്തരം ഞാൻ തന്നെ പറഞ്ഞു. അല്ല പ്രിയാമണി, എനിക്കൊരു ആശ്വാസം എന്നറിയാം. ഞാൻ ഇത് ചോദിച്ചിട്ട് പ്രിയാമണിക്ക് ബുദ്ധിമുട്ടുണ്ടാകേണ്ട വെച്ചിട്ടാണ് ഞാൻ അങ്ങ് മാറിയത്. ഇല്ല, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു ടിനി, ഒത്തിരി ഇതില് പ്രാഞ്ചേട്ടന്റെ ഒത്തിരി സീൻസ് ഇല്ലായിരുന്നു കൂടെ. പക്ഷെ ഈസ് എ വണ്ടർഫുൾ ആർട്ടിസ്റ്റ്. അങ്ങനെ പറയരുത്. ഇവനൊക്കെ വണ്ടർഫുൾ ആർട്ടിസ്റ്റാ, മിമിക്രി ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞും കൊണ്ടാണ് വരുന്നത്. മിമിക്രി ചെയ്യാൻ പോലും അറിഞ്ഞൂടാ. എടാ ഞാൻ കാണിച്ചു തരാം. ട്രെയിൻ, പട്ടി, പൂച്ച, കോഴി, വേറെ ഏതാണ്? നിങ്ങൾ പറ, കമന്റ്. ഞാൻ മൃഗങ്ങളും ആടും പട്ടിയൊക്കെ കാണിക്കാം. ഇത് മറ്റേ എന്തിരൻ്റെ അതായിപ്പോയില്ലേ, ആടാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇങ്ങനെയെങ്കിലും വല്ലതും ചെയ്യടേ. ചുമ്മാ എമ്പുരാനേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റേ കലാകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ വന്നിട്ട് തള്ളി മറിക്കാതെ. എൻ്റെ പൊന്നെണ്ണ, കഴിവില്ല അണ്ണ മിമിക്രിയിലൊന്നും അണ്ണന്. പക്ഷെ ഇത് ഇത്ര ആൾക്കാർ പറഞ്ഞിട്ട് അണ്ണന് മനസ്സിലാവില്ല. എന്നെ അതാണ് അത്ഭുതപ്പെടുത്തുന്നത്. പോട്ടെ, അണ്ണനെ പറ്റിയിട്ട് പ്രിയാമണി പറ. ഫസ്റ്റ് ഓഫ് ഓൾ കമ്മിങ് ടു സുരാജ് വെഞ്ഞാറമൂടിന്റെ ആ പടത്തിന്റെ ഇത് എനിക്ക് സത്യത്തിൽ എനിക്ക് പറഞ്ഞാൽ എനിക്ക് സ്റ്റോറി എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഐ മീൻ ആസ് എൻ എനിക്ക് ആരും പറഞ്ഞില്ല. ഓൾ ഓഫ് എ സഡൻ എനിക്ക് ഇവിടുന്ന് കേരളത്തിന് കുറെ കോൾസ് വന്നു. നിങ്ങൾ സുരാജ് വെഞ്ഞാറമൂടിന്റെ ഓപ്പോസിറ്റ് നിങ്ങൾ അഭിനയിക്കുന്നുണ്ട്, വാട്ട് ഈസ് യുവർ റോൾ? ലൈക്ക് ചേട്ടാ എനിക്ക് സ്റ്റോറി പോലും അറിയില്ല. ഹൗ വിൽ ഐ ഈവൻ സേ യെസ് ടു എ ഫിലിം? ഐ മീൻ എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമ വന്നിട്ടുണ്ട്, ഇതാണ് ഹീറോ എന്ന് പോലും എനിക്ക് അറിയില്ല. ഞാൻ കമ്മിറ്റ് ചെയ്തില്ലായിരുന്നു. ഐ ഡിഡ്ന്റ് ഈവൻ നോ എനിത്തിങ് അബൌട്ട് ദ ഫിലിം. ഇങ്ങനെ ഒരു ഫിലിം ഉണ്ട്, ഇങ്ങനെ ഒരു ഡയറക്ടർ ഉണ്ട്, സുരാജ് വെഞ്ഞാറമൂട് ഇങ്ങനെ ഹീറോ ആണെന്നും പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഓൾ ഓഫ് എ സഡൻ ഒരു 2-3 ചാനലിലൊക്കെ ഫോൺ ചെയ്തിട്ട് ഇല്ല നിങ്ങൾ അഭിനയിക്കുന്നുണ്ട്, നിങ്ങൾ ഓൾറെഡി പൂജയില് നിങ്ങളുടെ പേരൊക്കെ അനൗൺസ് ചെയ്തു. എന്നെ ചോദിക്കാതെ എങ്ങനെ അനൗൺസ് ചെയ്യും? ഒബ്വിയസ്ലി എനിക്കിങ്ങനെ ഒരു ഐ ഷുഡ് ഗെറ്റ് എ ഫീൽ അബൌട്ട് ഇറ്റ്. കണ്ടല്ലേ, യവൻ പറഞ്ഞത് വേറെ, പ്രിയാമണി കൊടുക്കുന്ന റിപ്ലൈ വേറെ. ഇതിൽ നിങ്ങൾ ആരെ വിശ്വസിക്കുന്നു? നിങ്ങൾ കമന്റ്. ഞാൻ പ്രിയാമണിയെ വിശ്വസിക്കത്തുള്ളൂ. കാരണം ഇവൻ വാ തുറന്ന കള്ളയെ പറയത്തുള്ളൂ. അത് ഇപ്പോഴും കറക്റ്റായിട്ട് മനസ്സിലായി. അൻസിബയുടെ ആ വിഷയം വന്നപ്പോൾ ഈ പറയുന്ന അമ്മ സംഘടനയിൽ നിന്നും കൊണ്ട് ഇവരൊക്കെ കാണിക്കുന്ന പല കൊള്ളരുമാകളും പുറത്ത് അൻസിബ കൊണ്ടുവരുമെന്നുള്ളൊരു സാധനം മനസ്സിലാക്കിയ സ്ഥിതിക്ക് അൻസിബയെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി ആ പെണ്ണിന്റെ ജീവിതം വല തുഴയ്ക്കുന്ന രീതിയിൽ അവളുടെ രണ്ടാനച്ഛനുമായിട്ട് അഭിഹിതം, അവൾക്ക് ലാലേട്ടനുമായിട്ട് അഭിഹിതം, അവൾ ജിഹാദിയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു പെണ്ണിനെതിരെ പല ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് വെച്ച് ഇവനൊക്കെ ഇതല്ല ഇതിന്റെ അപ്പുറം പറയും. ഓക്കെ, കാര്യം പിടികിട്ടിയ. അതുകൊണ്ട് ഇത് വലിയ സംഭവമൊന്നുമല്ല, വലിയ സംഭവമൊന്നുമല്ല. ടിനിയേട്ടനെ പറ്റിയിട്ട് അറിയുന്നത് എല്ലാം വെറുതെ ചെറ്റ കാര്യമാണ്. ഉള്ള കാര്യം പറയാം. ഇതിനേക്കാളും അന്തസ്സുണ്ടായിരുന്നു ചെറ്റ വെക്കാൻ പോണത്. ഈ ഇന്റർവ്യൂവിന് ഗുണം എന്താ അറിയോ? പ്രിയാമണിയെ കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും ഇവിടെ വന്ന് അതിനെക്കുറിച്ച് നല്ല ക്ലാരിഫിക്കേഷൻ കൊടുക്കാനുള്ള ഒരു വേദിയാ തരിക. എന്തൊരു സുവർണാവസരമാണ് ഒരുക്കി തരുന്നത് പ്രിയാമണി. ഒരുപാട് ഗോസിപ്പുകൾക്ക് വേണമെങ്കിൽ പരിഹാരം ഇവിടെ വെച്ച് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു അദാലത്താണ് പ്രിയാമണിക്ക് വേണ്ടിയിട്ട്. ഒന്നത് കട്ട് ചെയ്യുന്നു, രണ്ടാമത് ടിനി ടോമിന്റെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ടിനി പറയുന്ന ഇത് ഐ അഗ്രി, യെസ് ഡയറക്ടർ വീട് വന്നു, സ്റ്റോറി പറഞ്ഞു, ആയിക്കോട്ടെ. കുറെ ഇതില് ഐ സെഡ് ഇറ്റ്സ് ഒരു ഡിഫറെന്റ് സ്റ്റോറി സബ്ജക്ട്.
ചില ഇതിൽ എനിക്ക് ഇഷ്ടമായിരുന്നു. യെസ്, ലാസ്റ്റില് റേമണി ഒരു കുഴപ്പമില്ല, തുറന്നു പറഞ്ഞോ. ടിനി ഉള്ളതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല, അതങ്ങ് തുറന്നു പറഞ്ഞാൽ മതി, ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ആര് കൂടെ നിന്നില്ലെങ്കിൽ കറക്റ്റ് വർഷങ്ങൾക്ക് മുന്നേ നടന്നതായാലും ഇന്റർവ്യൂ ഞാൻ കൂടെ ഉണ്ട്. യെസ്, ദേ ടോൾഡ് മീ ടിനിയാണ് ഹീറോ. അപ്പോൾ ഇതൊക്കെ ഈ അഡ്വാൻസിന്റെ മാറ്റർ ഒക്കെ എനിക്കറിയില്ല കേട്ടോ, അത് ശരിയാണോ എനിക്കറിയില്ല. അത് മൊത്തം ഇങ്ങനെയാണ്, ടിനി ഇങ്ങനെയാണ്, വാ തുറന്ന കള്ളം പറയും, പിന്നെ മറ്റേ ഓഞ്ഞ മിമിക്രി കാണിക്കും സ്വന്തം സൗണ്ടിൽ. എല്ലാ നടന്മാരും നടിമാരും വളരെ കഴിവേറിയ കലാകാരനാണ്. പക്ഷെ അതെനിക്കറിയില്ല. അപ്പോ വന്നിട്ട് എനിക്കിങ്ങനെ ഷോഡ് മീ ദ ഈ പാംഫ്ലെറ്റ് ഒക്കെ കാണിച്ചിട്ട് ഇതാണ് ഹീറോ, ഇതാണ് ഇത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓ ടിനിയാണ്, ഇപ്പോൾ ഞാൻ പ്രാൻ ചെയ്തിട്ടില്ലെന്ന് അഭിനയിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ they said he is the hero, you know, you'll have to be with him. അപ്പോൾ I said okay. പിന്നെ ഞാൻ അമ്മയായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തു, അച്ഛനായിട്ട് ഡിസ്കസ് ചെയ്തു, മാനേജറായിട്ട് ഡിസ്കസ് ചെയ്തു. ഐ സെഡ് ലുക്ക്, ദിസ് ഇസ് ദ ഡീൽ, പുള്ളിയാണ് ഹീറോ. പക്ഷേ ഹി ഈസ് നോട്ട് ഇപ്പോൾ ഇഫ് യു കമ്പയർ ഹിം ടു മമ്മൂട്ടി ആണെങ്കിലും മോഹൻലാൽ സർ ആണെങ്കിലും ഐ എം ജസ്റ്റ് സേയിങ്, ഇപ്പൊ ഇരിക്കുന്ന സ്റ്റാർസ് കമ്പയർ ചെയ്യുമ്പോൾ he may not be in that level. സൂപ്പർ ലീഗിൽ ഇല്ല, he may not be in that level. അപ്പോ അന്നുമില്ല ലെവല്, ഇന്നുമില്ല ലെവല്. സത്യം പറഞ്ഞ കഴിവുണ്ടാണ്. അപ്പൊ പറയും, നീ ഒന്ന് അഭിനയിച്ച് കാണിക്കടാ. കാലമേകയായല്ലേ ഇതുപോലെങ്കിൽ അഭിനയിക്കേണ്ട പൊണ്ണി ടിനിയട്ടെ. ചുമ്മാ വന്നിരുന്നിട്ട് എമ്പുരാനേ എമ്പുരാൻ ഷേക്കൻ്റെ അല്ല മമ്മൂട്ടി കാണിച്ചാണ് കേട്ടോ. ടിനിയട്ടൻ കാണിക്കുന്ന സെറ്റപ്പ് സാധനങ്ങൾ ഞാൻ കാണിച്ചതാണേ. ഇപ്പൊ ഇരിക്കുന്ന അവസ്ഥയിൽ അങ്ങനെ ചെയ്യണം. ഡു യു വാണ്ട് മീ ടു ഡു ദ ഫിലിം എ ഫിലിം ലൈക്ക് ദിസ് എന്ന് അങ്ങനെ ഞാൻ ചോദിച്ചു. സോ ദേ സെഡ് എന്തിനാ, വൈ ഡു you really want to do it എന്ന് ചോദിച്ചു. A, that is one. B, as I said, remuneration വളരെ we negotiated a lot. I don't know if അത് എന്തായിന്ന് എനിക്കൊന്നും അറിയില്ല. ബിക്കോസ് ഞാൻ കൂടുതൽ ആ ടോപ്പിക്കിൽ ഞാൻ I will not interfere. ഞാൻ ഇന്റർഫിയർ ചെയ്യില്ല അങ്ങനത്തെ റെമ്യൂണറേഷൻ. ചെയ്യണം, ഇവനെയൊക്കെ 10 പറയാൻ വേണ്ടി എല്ലാത്തിലും മറ്റേ പറഞ്ഞ സംഭവം എന്താ, ഇതാണ് ഇംഗ്ലീഷിന്റെ കുടുംബം. ഇന്റർഫേസ് ചെയ്യണം, ചെയ്തേ പറ്റത്തുള്ളൂ. ടിനിയേട്ടനാണ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത്. എന്തൊക്കെ ചെറ്റത്തനങ്ങളാണ് കാണിക്കുന്നതെന്ന് കണ്ടല്ലോ. ഒരുത്തൻ മറ്റേ കമന്റിന് വന്ന് റിപ്ലൈ എടുത്തപ്പോൾ അണ്ണന് താങ്ങാൻ പറ്റണില്ല. അണ്ണന് വിറയില്, അണ്ണൻ കട്ടക്കലിപ്പ് ആ സെറ്റപ്പിലാണ് അണ്ണൻ. ഒന്നും പറയാനില്ല. ഇങ്ങനെ ഇത്രയും കാലം ഇങ്ങനെ ഫീൽഡ് ഔട്ട് ആയിട്ട് ആവാത്ത പോലെ അവിടെ പിടിച്ചിരിക്കാൻ സാധിക്കുന്നു. പിന്നെ ഇപ്പം അമ്മ സംഘടനയിലിരിക്കുന്ന എല്ലാം ഫീൽഡ് ഔട്ട് ആയ ടീംസുകളാണ് കേട്ടോ. ആർക്കും സിനിമയിലൊന്നുമില്ല. അതുകൊണ്ട് അവിടെ സംഘടനയൊക്കെ അറിയിരുന്ന് അപ്പുറത്തുനിന്ന് കുറേ ചാരിറ്റി എന്നും ഇപ്പുറത്തുനിന്ന് കുറേ സ്പോൺസർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ച് കൂട്ടി വെച്ചും കൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടും. അതാണ് ഇപ്പോൾ സംഘടനയ്ക്കകത്ത് നടക്കുന്നത്. അതെല്ലാം അഞ്ചിപ്പോൾ ചോദ്യം ചെയ്ത് തുടങ്ങിയപ്പോൾ അവൾ കള്ളിയായി, അവൾ മറ്റേതായി. ലക്ഷ്മിപ്രിയൊക്കെ വേണ്ട പോനോ, ചേച്ചിക്ക് ഒരു 1.5 ഇതാണ്, തട്ടിപ്പാണ്. 20 ലക്ഷം ഒരുത്തനെ പറ്റിച്ച് ഒരു പ്രൊഡ്യൂസറിനെ തേച്ചൊട്ടിച്ച് അണ്ണാക്കി കൊടുത്ത് ഇരുത്തിയിട്ട് ഇപ്പുറത്ത് വന്നിരുന്ന് കൊണയടിക്കുന്നവളാണ് ഈ ലക്ഷ്മിപ്രിയ അടക്കം. ഒന്നും പറയാനില്ല, ഒന്നും ഉത്തരം കാണാനില്ല. എന്തൊറ്റി ടോപ്പിക്കിൽ ഞാൻ വരില്ല. അത് മാനേജർ, അസുഖകരമായ കാര്യങ്ങളെല്ലാം മാഡം റെമ്യൂണറേഷൻ മാനേജർ ഇല്ലെങ്കിൽ ഡേറ്റ് മാനേജർ വിളിക്കും. സോ മാനേജറായിട്ട് സംസാരിച്ചു. പക്ഷെ പുള്ളി ഡയറക്ടർ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു, മാഡം ഇത് ഞങ്ങൾ ഇത്ര ഓഫർ യു സോ മച്ച് നൈസ്. ലുക്ക്, ഇതൊന്നും എനിക്കറിയില്ല, നിങ്ങൾ പ്ലീസ് മാനേജറായിട്ട് സംസാരിക്കും. ബിക്കോസ് ഇത് ദിസ് ഇസ് നോട്ട് എൻ്റെ ഒരു ഡൊമെയിൻ അല്ല. എൻ്റെ ഇത് എല്ലാം ഓക്കെ ആണെങ്കിൽ ഞാൻ വരും, അഭിനയിക്കും, ഞാൻ തിരിച്ചു പോകും. ദാറ്റ് ഈസ് ഓൺലി മൈ ഡ്യൂട്ടി. പിന്നെ യെസ്, ഞാൻ മെസ്സേജ് അയച്ചു. യെസ്, ഐ ഡിഡ് സേ ദാറ്റ് ഐ എം സോറി, എനിക്ക് ഐ ഡോണ്ട് തിങ്ക് ഐ ബി ഏബിൾ ടു ഡു യുവർ ഫിലിം. പക്ഷെ ഐ വിൽ ഡെഫിനറ്റ്ലി, ഇഫ് നോട്ട് ദിസ് ടൈം മേ ബി നെക്സ്റ്റ് ടൈം ഞാൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഇഫ് നോട്ട് ദിസ് ഫിലിം അനദർ ഫിലിം, അങ്ങനെ ഞാൻ മെസ്സേജ് ചെയ്യാനും പറഞ്ഞു. ഓക്കെ, ഞാനൊരു കാര്യം പറയാം. അന്ന് ടിനി ടോമിൻ്റെ കൂടെ പ്രിയാമണി അഭിനയിച്ചിരുന്നെങ്കിൽ അന്നേ ഫീൽഡ് ഔട്ട് ആയിരുന്നു. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടില്ല ഔട്ടായത്. ഇത് അന്നേ ഫീൽഡ് ഔട്ടായിരുന്നു. ആ സ്പോട്ടിൽ എന്തോ ഓടും കുതിര ചാടും കുതിര. ഇവർ ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ ഈ പടമൊക്കെ. എന്തായാലും പടം 18,478 നിലയിൽ പൊട്ടിയിട്ടുണ്ട്. കൺഗ്രാജുലേഷൻ. അപ്പോൾ പിന്നെ മനസ്സിലായി എല്ലാ പ്രൊഡ്യൂസേഴ്സിനും ഇവനെ വെച്ച് നടനാക്കി എടുത്തു കഴിഞ്ഞാൽ മൂഞ്ചുവെന്ന്. അതുകൊണ്ട് പിന്നെ നടനായിട്ടൊന്നും കണ്ടില്ലെന്നാണ്. സൈഡിൽ കൂടി അവിടെ കൂടി ഇടിച്ച് കയറണ കാണാം. പോട്ടെ. അപ്പോൾ ഓടും കൂടാതെ കുതിരയല്ലേ, കുതിര ചാടും കുതിര. അങ്ങനെയല്ലല്ലോ പറഞ്ഞ, ഓടും കുമാരൻ രാജകുമാരൻ ചാടും റാണിയ, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. കോപ്പ് പേരുകൾ, ഒരു തുണ്ട് ഗ്രൂപ്പിന്റെ പേര് കൊല്ലിരിക്കുന്നു.
പക്ഷെ ഐ ഡിഡ് ഗെറ്റ് എ കോൾ ഫ്രം ഐ ഡോണ്ട് നോ ഹൂ, ഡയറക്ടറിന്റെ ഒരു അസോസിയേറ്റ് ആവാം, ഇല്ലെങ്കിൽ സംബഡി നോൺ ടു ദ ഡയറക്ടർ. ഇങ്ങനെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഇല്ല മാഡം ഈ സ്റ്റോറി ഇത് നന്നായിട്ടുണ്ട്, നിങ്ങൾ ചെയ്താൽ നന്നായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, സി വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു ടിനി, എൻ്റെ ഐ മീൻ ഐ ഹവ് വർക്ക് വിത്ത് ഹിം, പക്ഷേ ഞാൻ സെയിം തിങ് പറഞ്ഞു, ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ ടിനിയുടെ ഓപ്പോസിറ്റ് ഞാൻ അഭിനയിച്ചാൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ അഭിനയിക്കും. പക്ഷേ നാളെ ബാക്ക്ലാഷ് വരുന്നത് എനിക്കാണ്. ബിക്കോസ് നാളെ മീഡിയ ഇതൊക്കെ ഫിലിം ഇത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഈ ഐ നോ ഫോർ എ ഫാക്ട് ദാറ്റ് മീഡിയ വന്നിട്ട് ഇങ്ങനെ ഒരു they will write a statement saying. അത് ശരിയാ, മീഡിയ വന്നിട്ട് ഇമാതിരി ഊളപ്പടത്തിൽ അഭിനയിക്കാൻ പ്രിയാമണിക്ക് എങ്ങനെ സാധിച്ചു എന്നായിരിക്കും ക്വസ്റ്റ്യൻ. മൈക്കും കാണും വായിൽ ഇതുപോലെ. അത് പിന്നെ ഞാൻ എന്തോ എനിക്കായിരുന്നു ഇവിടെ കാശ് കിട്ടിയപ്പോൾ ഞാൻ അഭിനയിച്ച് അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥയിലിട്ടോ. അതിനേക്കാളും നല്ല സിനിമ ഇല്ലാതിരിക്കുന്നതാണ്, പ്രത്യേകിച്ച് അവൻ്റെ കൂടെ. ഒന്നും പറയാനില്ല. കറക്റ്റ്. പ്രിയാമണി വന്നിട്ട് ഒരു നാഷണൽ അവാർഡ് ആക്ടറാണ്. മോഹൻലാലും മമ്മൂട്ടിയുടെ ഓപ്പോസിറ്റും ഓർ ഹൂഎവർ യു സേ ദ ടോപ്പ് ആർട്ടിസ്റ്റ് കൂടെ അഭിനയിച്ച വന്നിട്ട് ഇപ്പോ വൈ ഹസ് ഷീ റെഡ്യൂസ് ടു വർക്കിംഗ് വിത്ത് എ പേഴ്സൺ ലൈക്ക് ടിനി ഹൂ ഇസ് നോട്ട് ആ ലീഗില് അല്ലാത്ത ഒരു സ്റ്റാറിന് എന്തിനാ വൈ ഇസ് ഷീ ആക്ടിങ്ങിന്. ചുരുക്കി പറഞ്ഞ ഞാൻ പറഞ്ഞ യവനെ പോലെ ഒരുത്തൻ്റെ കൂടെ അഭിനയിച്ച് ഞാൻ എന്തിന് എൻ്റെ കരിയർ മൊത്തം തുലയ്ക്കണം ഒറ്റയടിക്ക്? വല്ലപ്പോഴും ഇഞ്ചിഞ്ചായിട്ട് തുലച്ചാൽ പോരെ. ഒറ്റയടിക്ക് ഞാൻ എൻ്റെ കരിയറെ തുലയ്ക്കുന്നത് എന്തിനാ? ലാലേട്ടൻ്റെ കൂടെ മറ്റേ ചെസ് വെച്ച് കട്ടളയിക്കണം. അയ്യോ പടത്തിൻ്റെ പേര് ഓർമ്മയായി. ആ പടത്തിലുണ്ട്. പ്രാഞ്ചേട്ടൻ്റെ സൈനിൽ മമ്മൂക്കയുടെ കൂടെ ഉണ്ട്. മൊത്തത്തിൽ ഒരുപാട് പടത്തിലുണ്ട്. എല്ലാ ഫീൽഡിലോട്ടായിരുന്നു ഒരുമിച്ച് ഒറ്റയടിക്ക് തീർത്തേനെ ആ സമയത്ത്. സത്യം. പക്ഷെ ചോദിക്കാൻ ഒരു ഇതുണ്ട്, there is a chance. അപ്പോ do I really need that at this point? വേണമെങ്കിൽ I can think about it a little later. പക്ഷെ at this point എനിക്ക് എന്റെ കരിയർ നോക്കണല്ലോ. ഇറ്റ് ഇസ് നോട്ട് നെസസറി ദാറ്റ് ഇപ്പോ ഓക്കെ ഐ ക്യാൻ സേ ഫിലിം ഹിറ്റ് ആയാൽ ആഹാ ഓഹോ എന്ന് എല്ലാരും പറയും. പക്ഷെ ഫിലിം ഹിറ്റ് ആയില്ലെങ്കിൽ പിന്നെ അപ്പോഴെന്നെ വീട്ടില് പായ് മടക്കി എടുത്തോണ്ട് പോകേണ്ട അവസ്ഥ വന്നു. പ്രത്യേകിച്ച് മറ്റോടല്ലേ അഭിനയം. എന്തായാലും അവനെ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കണ്ടേ. ടിനി ടോം നായകനാണോ? പടം പൊട്ടി കൺഫേം. അത് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ നായകനായിട്ട് നാളെ ഒരു സിനിമ ഉണ്ടാക്കുക, 5 പേര് വരും തിയേറ്ററിൽ കയറും. എൻ്റെ വീട്ടിൽ നിന്ന് പോലും ആൾ വരില്ല. നിന്റെ പടം പൊടാ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് കാണാൻ പോലും വീട്ടിൽ നിന്ന് പോലും ആരും വരില്ല. അതേ അവസ്ഥ ടിനി ടോമിന്റെ അവസ്ഥ. എനിക്കറിയാടാ ടിനി ഏട്ടാ. ചുരുക്കി പറഞ്ഞാല് ഒരു സൂപ്പർ സ്റ്റാറിന്റെ കൂടെ അഭിനയിച്ചിട്ട് ആ പടം പരാജയപ്പെട്ടാലും വലിയ പ്രതിസന്ധി ഇല്ല. അത് ഹീറോ എന്ന് മാത്രം എല്ലാരും പറയും, ഹീറോ എന്ന് ആരും പറയില്ല. ഒരു പക്ഷേ ഒരു ഫിലിം ഹിറ്റ് ആയില്ലെങ്കിൽ ഹീറോ എന്ന് മാത്രം പറയും. ഒരു ഇതില് ഐ ഹവ് നോട്ട് സീൻ, ഐ മേ ബി റോങ്, ഐ മേ നോട്ട് ബി റോങ്. ഇത് എനിക്കൊരു ഇൻസിഡന്റ് ഓർമ്മ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ അല്ലു അർജുൻ ഒരിക്കൽ നയൻതാരയ്ക്ക് മറ്റേ മൊമെന്റ് എന്തോ കൊടുക്കുന്ന സമയത്ത് നയൻതാര അല്ലുവിൻ്റെ ഒന്നും വാങ്ങത്തില്ല. ഭർത്താവിനെ വിളിച്ചു വരുത്തിയിട്ട് അവൻ്റെ നിന്നാണ് വാങ്ങുന്നത്. പക്ഷെ അല്ലു എന്ന് പറയുന്നവൻ അന്ന് അത്രയും റേഞ്ച് അല്ലായിരുന്നെങ്കിലും പിന്നെ അടിച്ച് കയറി മാസ് നിന്ന് വേറെ ലെവല്. അറിയാലോ ഇന്നത്തെ ലെവല്. ആ ലെവലായി കാണിച്ചു. മെൻ ഈഗോ എടുത്ത് കാണിച്ചു. പക്ഷെ ടിനിയേട്ടന് ഇതുപോലത്തെ ഒരു അടി കിട്ടിയിട്ട് ഇതുവരെ തിരിഞ്ഞ് റെഡിയായി വന്നിട്ടില്ല. എന്നെങ്കിലും ഒരു കിടിലം പടം പോട്ട് ഒരു മിമിക്രി കറക്റ്റായിട്ട് ഒന്ന് ആരെങ്കിലും പറ്റി ഒന്ന് അഭിനയിച്ച് കാണിക്കുക. ഒരു മിമിക്രി ചെയ്യും. എൻ്റെ അന്ത്യാഭിലാഷമായിട്ട് കുട്ടിക്കോ ടിനിയേട്ടോ. സത്യം എന്നാ ടിനിയേട്ടോ. പക്ഷെ ഓരോ ഇതിലും ഒരു ഫിലിം ഹിറ്റ് ആയില്ലെങ്കിൽ ഹീറോ ആരും ആരും ഹീറോ ബ്ലെയിം ചെയ്യില്ല. ഹീറോയിനെ ബ്ലെയിം ചെയ്യും. ഓ ഈ പടം ഹിറ്റ്, ഈ പടം ലാലിന്റെ പടം പൊട്ടി മമ്മൂട്ടിയുടെ പടം അങ്ങനെയൊക്കെയല്ലേ പറയാ. അത് ശരിയാണ്. നടന്മാരെ പേര് തന്നെ പറഞ്ഞത് അവൻ്റെ അവിടെ പൊട്ടി. നടിമാരെ ബ്ലെയിം ചെയ്യാറില്ല. ഓക്കെ, അത് പ്രിയമണി പറഞ്ഞ തെറ്റാണ്. പിന്നെ നടിമാർക്ക് ഇത്തിരി മെയിൻ റോൾ ഉണ്ടെങ്കിൽ ആളെ പടം പൊട്ടി എന്ന് പറയും. പക്ഷെ അങ്ങനെ വലിയ ഇതില്ല, പറയാറില്ല. മമ്മൂട്ടിയുടെ പടം പോയില്ല, ഇല്ലെങ്കിൽ ലാൽ സാറിന്റെ പടം പോയില്ല എന്ന് മാത്രം പറഞ്ഞു. പക്ഷെ 10 പേരുണ്ടല്ലോ മമ്മൂട്ടി സാറ് സൈൻ. അല്ല ഇവിടെ ഓക്കെ മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ കേസ് വിട്. ടിനിയുടെ പടത്തിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ടിനിയുടെ പടം പൊട്ടിയെന്ന് പറയില്ല, പ്രിയാമണിയുടെ പടം പൊട്ടിയെന്ന് പറയാം. അവനാരും മൈൻഡ് ചെയ്യത്തില്ല. സത്യമാ. ലാൽ സാറെ സൈൻ ചെയ്യാൻ ആ സെയിം പടത്തിന്റെ ഹീറോയിൻ സൈൻ ചെയ്യാൻ 10 പ്രൊഡ്യൂസേഴ്സ് ഉണ്ടോ? 10 ഡയറക്ടേഴ്സ് ഉണ്ടോ? പറയൂ. ഐ എം ആസ്കിംഗ് an honest question. I am asking an honest question. പറയൂ. പറയാതെ അറിയാതെ നീ പോയതല്ലേ, ഒരു വാക്കും മിണ്ടാഞ്ഞതല്ലേ സഹിയെ നീ കാണുന്നുവോ നിൻമിഴിയിൽ. ഞാൻ എവിടെ കയറി പോണത് കോപ്പ് വേദനയല്ല. ഐ എം ജസ്റ്റ് ആസ്കിംഗ്. ഇപ്പോ I've been in industry. ഞാനും കൊറേ
ഇത് ഞാനും കണ്ടിട്ടുണ്ട്. പ്രിയ ഞാൻ പറയട്ടെ, അതായത് പ്രിയ ഒരു ഇല്ല, ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ പറയൂ നിങ്ങൾ. ഇത് പുലിവാല പിടിച്ച പോലെയാണ്. ഞാൻ പ്രിയോട് പറയട്ടെ സത്യസന്ധമായിട്ട്, ഇത് ഞാനിപ്പോ ടിനി പ്രിയയുടെ സുഹൃത്ത് പോലെ എന്റെ ഒരു സുഹൃത്തും കൂടെയാണ്. മലയാള സിനിമയിൽ നല്ല അഭിനയ ചാതുര്യമുള്ള ആളാണ്. പക്ഷെ എന്റെ പൊന്നെണ്ണ ചുമ്മാ തള്ളി മറിക്കില്ല. അഭിനയിക്കാൻ എവിടെ അഭിനയിക്കാൻ ചാരിത്രം എന്താ സാധനം അത് എവിടെ ഉണ്ട്? ഒരു മിമിക്രി ചെയ്യാൻ അറിയത്തില്ല, ഞാൻ ചെയ്യില്ല. ട്രെയിന് പ്രിയ മലയാള സിനിമയിൽ മാത്രമല്ല നിൽക്കുന്നത്, ദൈനംദിന സിനിമയിൽ നിൽക്കുന്നുണ്ട്, ബോളിവുഡ് നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരു റോള് എടുക്കുമ്പോൾ പല ഘടകങ്ങളും പരിശോധിക്കാറുണ്ട്, പല ഇൻഗ്രീഡിയൻസ്. പ്രിയയുടെ പാരാമീറ്റേഴ്സ് ഒരുപക്ഷെ ഇവിടെയുള്ള നടന്റെയോ നടിയുടെയോ പാരാമീറ്റേഴ്സ് അല്ല, ആകണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. പ്രിയ മലയാളത്തിൽ മാത്രമായിരുന്നു എങ്കിൽ പ്രിയ വേണമെങ്കിൽ കുറച്ചുകൂടെ ക്യാരക്ടർ റോളുകളിലേക്ക് ഊന്നി വേണമെങ്കിൽ ടിനിയുടെയോ അല്ലെങ്കിൽ സുരാജിന്റെയോ നായികയാകാൻ വൈമുഖ്യം ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ പ്രിയ വർക്ക് ചെയ്യുന്ന തലം എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ശരിയാണോ? ശരിയാണ്. ശരിയാണ്. അതെ, എല്ലാം ശരിയാണ്. 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 ഞാൻ അമ്മാതിരി അവിടെ അങ്ങ് അപ്പുറത്തെ വേറെ ഭാഷകളിൽ അഭിനയിച്ചിട്ട് വന്നിട്ട് ഇവിടെ ഇവന് വേട്ടവാളിയന്മാരൊക്കെ കൂടെ ഞാൻ അഭിനയിക്കാൻ, അത് ഓപ്പണായിട്ട് പറയാൻ ഒരു മടി പ്രിയ മണിക്ക്, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഒന്ന് തുറന്ന് പറയാനുള്ളൊരു മടി. നമ്മുടെ രാജുവേട്ടൻ്റെ പുതിയ മുഖത്തിൽ അഭിനയിച്ചു, അടുത്ത് പ്രാഞ്ചേട്ടനിൽ അഭിനയിച്ചു. ഇങ്ങനെ ഒരുപാട് പടങ്ങളിൽ മലയാളം നല്ല നല്ല നടന്മാരവിടെ ചെയ്ത് അഭിനയിക്കാൻ അറിയാമെന്നുള്ളവരോടൊക്കെ ചെയ്ത്. പിന്നെ സുരാജേട്ടൻ്റെ അന്ന് സുരാജേട്ടനൊക്കെ ഒരു എന്താ പറയുക കോമഡി കഥാപാത്രങ്ങളാണ്. ഇപ്പോഴാണ് മാസ് ഈ പറയുന്ന സീരിയസ് റോളിലോട്ടൊക്കെ മാറിയത്. അപ്പം അന്ന് ഓക്കെ. പക്ഷെ സുരാജേട്ടനെ മാറ്റിയെടുത്ത് നമ്മുടെ ടിനിയേട്ടൻ അന്നും കണക്ക് ഇന്നും കണക്ക്, ഒരു മാറ്റമില്ല. നന്നായിക്കൂടെ വാരിയത്. അപ്പോൾ ശരി, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് കേൾപ്പിച്ചിട്ട് ഇങ്ങനെ പൂക്കി ആയിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശരി, തൂക്കി ചുവന്ന കരങ്ങളോടെ ബൈ.